ഈ ഡോൾ ഒരു ഏലിയനാണ്. ആരെങ്കിലും ഇതിനെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ ഉടനെ ദേഷ്യം വന്ന് അവരെയൊക്കെ കൊല്ലും. കരടിപ്പാവയാണെങ്കിൽ ഒരു കുട്ടിക്ക് കിട്ടുകയാണ്. ഈ ചെറുക്കനാണെങ്കിൽ ആ പാവയെ വീട്ടിൽ കൊണ്ടുവരികയാണ്. എന്നാൽ ഈ പാവ സംസാരിക്കുന്ന കണ്ടിട്ട് ഈ കുട്ടിയാണെങ്കിൽ പേടിച്ചോടുകയാണ്. എന്ത് ചെയ്യണമെന്ന് അവന് തന്നെ അറിയത്തില്ല. അതേ സമയത്താണ് അച്ഛൻ കയറി വരുന്നത്. നീ എന്തിനാണ് കടന്ന് കാറുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി പറയുന്നത് ഈ ഡോളാണെങ്കിൽ സംസാരിക്കുന്നു എന്ന് പറയാണ്. അച്ഛൻ വന്ന് നോക്കുമ്പോൾ അത് താഴെ കിടക്കുകയാണ്. അച്ഛൻ പറയുകയാണെങ്കിൽ നിനക്ക് ഭ്രാന്താണ്, അതൊരു പാവയല്ലേ, അതെങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന്. അവൻ നോക്കുമ്പോൾ അത് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അച്ഛൻ പോകുമ്പോൾ ഉടനെ അവനോട് സംസാരിച്ച് വരികയാണ്. ആ ഡോള് പറയാണ്, എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ, ഞാൻ എന്ത് വേണേലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള സാധനങ്ങളെല്ലാം ആ ഡോള് വലിച്ചെറിയാണ്. ഉടനെ സൗണ്ട് കേട്ടുകൊണ്ട് അച്ഛൻ വന്ന് കതവ് തുറക്കുകയാണ്. നോക്കുമ്പോഴത്തേക്കിനും അവിടെ മൊത്തം വൃത്തികേടാക്കിയിരിക്കുകയാണ്. അച്ഛൻ ആ കുട്ടിയെ വഴക്ക് പറയണം, നീ എന്താ മുറി മൊത്തം കുളവാക്കിയല്ലേ, നിന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞ അച്ഛനാണെങ്കിൽ ഒരു വടി എടുത്തുകൊണ്ട് വന്നിട്ട് അവനെ അടിക്കാൻ പോവുകയാണ്. അവൻ ഉടനെ പേടിച്ചുകൊണ്ട് കതവ് അടയ്ക്കുകയാണ്. ഇപ്പം അവനാണെങ്കിൽ പേടിച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ ഡോളാണെങ്കിൽ അവൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. ഇവൻ പേടിച്ചിരിക്കുന്നത് കണ്ടിട്ട് കരടിക്കുട്ടനാണെങ്കിൽ ഇവനൊരു മാജിക് കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ ഇവനെ ഭയങ്കര ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കരടിക്കുട്ടിയോട് അവന് ഇഷ്ടം തോന്നുകയാണ്. പിന്നെ ആ പാവയായിട്ട് അവൻ കളിക്കുകയൊക്കെ ചെയ്യുന്നു. അവനാണെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പോകുകയാണ്. പോകുമ്പോൾ ഈ പാവയും കൊണ്ടാണ് പോകുന്നത്. കൂട്ടുകാരനോട് എനിക്കൊരു പാവയുണ്ട്, ഇത് സംസാരിക്കുമെന്ന് പറയാണ്. കൂട്ടുകാരൻ വിശ്വസിക്കുന്നില്ല. അവരുടെ അടുത്തേക്ക് ഒരു സാറ് വരികയാണ്. ഉടനെ ആ കരടിക്കുട്ടനാണെങ്കിൽ ആ സാറിനെ ഒരു പെണ്ണാക്കി മാറ്റും. ഇത് കാണുമ്പോൾ കൂട്ടുകാരനും വിശ്വസിക്കുകയാണ്, ഇതിനൊരു ശക്തിയുള്ള പാവയാണ് സംസാരിക്കുമെന്നും. ആദ്യം ഒന്ന് പേടിച്ചെങ്കിൽ ഇവർ രണ്ടുപേരും ഇപ്പോൾ കൂട്ടാകുകയാണ് ഈ പാവയുടെ കൂടെ. അതിനുശേഷം ഇവർ ഒന്നിച്ചിരിക്കുമ്പോഴാണ് അവിടെ എല്ലാവരും കൂടെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലോ ഇവനാണെങ്കിൽ ആ ബോൾ എടുത്തെറിയുമ്പോൾ കൃത്യമായിട്ട് പോകത്തില്ല. അവയുടെ ശക്തിയാലാണെങ്കിൽ ആ ബോൾ എറിയുമ്പോൾ അങ്ങ് പോവുകയാണ്. ഇവനാണെങ്കിൽ ബോൾ എറിയുന്ന കാണുമ്പോൾ കൂട്ടുകാരെല്ലാം ചിരിക്കുകയാണ്. ഇവനൊന്നും കളിക്കാൻ അറിയില്ലെന്ന് പറയാണ്. എന്നാൽ പ്രതീക്ഷിക്കാതെയാണെങ്കിൽ ആ ഗോൾ അങ്ങ് പോവുകയും അവൻ വിജയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുകയാണ്. എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. ഇവനാണെങ്കിൽ ഇപ്പൊ പാവയും കൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ ഇവന്റെ അച്ഛനാണെങ്കിൽ വഴക്ക് പറയണം, ഏത് നേരം ഈ പാവയുടെ കൂടെ എന്ത് ചെയ്യുക, ഇവിടെ എല്ലാം വൃത്തികേടായിട്ട് കിടക്കല്ലേ, ഈ പാവയെ കളഞ്ഞിട്ട് ഈ വീടെല്ലാം ക്ലീൻ ആക്കുക എന്നൊക്കെ പറയാണ്. ഇങ്ങനെ പറയുന്നൊന്നും ഈ പാവയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഈ പാവ ഇനി ഇവിടെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ അച്ഛനാണെങ്കിൽ താഴെ ഇട്ട് അതിനെ അടിക്കുകയാണ്. ഇങ്ങനെ അടിക്കുമ്പോഴൊക്കെ ഈ പാവയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നു. ഈ പാവ ഇനി വേണ്ടെന്ന് പറഞ്ഞ് ചവിട്ടിയിട്ട് എറിയാണ്. ഇതിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് ആ കുട്ടിയുടെ അച്ഛനെ കൊല്ലുവാനായിട്ട് ഈ പാവ പ്ലാൻ ചെയ്യുകയാണ്. കുട്ടിയാണെങ്കിൽ ഈ പാവയ്ക്ക് ജീവനുണ്ടെന്ന് പറയുമ്പോൾ കൈയും കാലും ഒക്കെ പിടിച്ചു നോക്കുകയാണ്. എന്നാൽ അത് അനക്കമില്ലാതെ ആ പാവ അവിടെ തന്നെ നിൽക്കുകയാണ്. കുട്ടിയാണെങ്കിൽ ആ പാവയെ കൊണ്ടുപോകുമ്പോൾ ഇതിന് ആ പാവയ്ക്കാണ് അച്ഛനോട് ദേഷ്യമാണ്. പാവയാണെങ്കിൽ ഇപ്പൊ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെ കൊല്ലുന്ന കാണുമ്പോൾ അച്ഛനോട് റിവെഞ്ച് എടുക്കാൻ പോവുകയാണ്. അയാൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷോക്ക് അടിപ്പിച്ച് കൊല്ലുവാനായി നോക്കുകയാണ്. എന്നാൽ ഈ പാവയുടെ മേത്ത് തന്നെയാണ് ഷോക്ക് അടിക്കുന്നത്. ദേഷ്യം വന്ന ഈ ഏലിയനാണെങ്കിൽ അച്ഛനെയാണ് കത്തിയിട്ട് കൊല്ലുവാനായിട്ട് പോവുകയാണ്. അതേ സമയത്താണ് അവിടേക്ക് ആ കുട്ടി വന്ന് അത് പിടിക്കുന്നത്. അച്ഛൻ നോക്കുമ്പോൾ ഈ കുട്ടിയാണ് കത്തി കൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടി അച്ഛൻ ഒരുപാട് വഴക്ക് പറയുകയാണ്. എന്നിട്ട് ഏലിയൻ ചിരിക്കുകയാണ്. ആ കുട്ടിയാണെങ്കിൽ അതിനെ വലിച്ചെറിഞ്ഞ് അതിനുശേഷം കെട്ടിയിടുകയാണ്. നീ എന്തിനാണ് അച്ഛനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ഈ പാവയ്ക്കാണെങ്കിൽ മനുഷ്യന്റെ സ്നേഹമൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ ഏലിയനാണെങ്കിൽ ഈ കുട്ടിയോട് പറയാൻ, നീ എൻ്റെ അച്ഛനാകാൻ പറയാണ്. എന്നാൽ ഈ കുട്ടി അതിന് സമ്മതിക്കുന്നില്ല. ഈ കുട്ടിയാണ് തിരിഞ്ഞടക്കുമ്പോൾ ഏലിയന് ദേഷ്യമാകുകയാണ്. ഏലിയന്റെ ശക്തി വെച്ചിട്ട് ആ പയ്യൻ അച്ഛനെ കൊല്ലുവാനായി നോക്കുകയാണ് വീണ്ടും. അപ്പോഴാണ് ഈ കുട്ടിക്ക് അച്ഛനോട് എന്തുമാത്രം സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏലിയൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഈ കാര്യമെല്ലാം ഏലിയനാണെങ്കിൽ കുട്ടിയോട് പറഞ്ഞപ്പോൾ കുട്ടിയാണെങ്കിൽ ആ ഏലിയനെ ഒരുപാട് അടിക്കുകയാണ്. പിയോനെ വായിക്കാനായിട്ട് ഏലിയന്റെ ഹെൽപ്പ് വേണമായിരുന്നു. ഹെൽപ്പ് ചോദിക്കുകയാണ്. എന്നാൽ ഈ ഏലിയൻ ആണെങ്കിൽ സമ്മതിക്കുന്നില്ല, പിണങ്ങിയിരിക്കുകയാണ്. അച്ഛനാണെങ്കിൽ ഇപ്പോൾ പിയാനോ വായിച്ച് അവൻ വലിയ ആളാകണമെന്നാണ് ആഗ്രഹം. എന്നാൽ ഇവനാണെങ്കിൽ പിയാനോ വായിക്കുന്ന ഇഷ്ടവുമല്ലായിരുന്നു. ഇവനാണെങ്കിൽ നന്നായിട്ട് പിയാനോ വായിക്കാത്തതുകൊണ്ട് അച്ഛനാണ് ഇവനെ ഒരുപാട് വഴക്ക് പറയാണ്. അവിടെ തന്നെ വലിയ വഴക്ക് തന്നെ സംഭവിക്കുകയാണ്. ഈ കുട്ടി പറയാണ്, എനിക്ക് പിയാനോ വായിക്കാൻ ഇഷ്ടമല്ല, ഞാൻ അച്ഛനോട് ഒരുപാട് വട്ടം പറഞ്ഞിട്ടില്ലേ എന്ന്. അപ്പോൾ അച്ഛൻ പറയാണ്, പിയോനയുടെ ഒരു മത്സരം നടക്കുകയാണ്, അതിൽ വിജയിച്ച നീ പിന്നെ ജന്മത്ത് നീ പിയോന വായിക്കേണ്ടെന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ അത് ജയിക്കണമായിരുന്നു. ഏലിയനാണെങ്കിൽ ഒരു ശക്തിയുള്ള സാധനം അവന് തിന്നാൻ കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ പിയോന നന്നായിട്ട് വായിക്കാനുള്ള കഴിവ് തന്നെ കിട്ടുന്നു. പ്രത്യേകമായ ഒരു ശക്തി തന്നെയാണ് അവന് കിട്ടിയിരിക്കുന്നത്. അന്ന് തൊട്ട് ഈ പയ്യനാണെങ്കിൽ പിയോന വായിക്കാനായിട്ട് എക്സ്പേർട്ട് ആകുകയാണ്. മ്യൂസിക് പരിപാടിയിൽ അവൻ ജയിക്കുകയാണ്. അപ്പോൾ അവന് ഒരുപാട് സന്തോഷമാകുകയാണ്. അമ്മയാണ് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പയ്യന്റെ മുത്തശ്ശനാണ് അവനൊരു സ്റ്റെലറ്റോപ്പ് മേടിച്ചു കൊടുക്കും. അപ്പോൾ പയ്യനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുകയാണ്. അച്ഛൻ പറയാണ്, നീ വീണ്ടും അവിടെ മത്സരിക്കാൻ പോകണമെന്ന്. എന്നാൽ അവന് അച്ഛൻ പിയാനോ വായിക്കണമെന്ന് പറഞ്ഞിട്ടും അച്ഛൻ വാക്ക് മാറ്റിയത് കൊണ്ട് അവൻ ഇപ്പം അച്ഛനോട് ഭയങ്കര ദേഷ്യമായിട്ടിരിക്കുന്നു. ഏലിയൻ ആണെങ്കിൽ ഇപ്പോൾ അവനെ സമാധാനിപ്പിക്കുകയാണ്. ഏലിയൻ ഒരു ശക്തി കൊടുത്തിട്ട്
കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പോവുകയാണ്. അപ്പോൾ അവൻ ഒരുപാട് സന്തോഷമാക്കുകയാണ്. തിരിച്ചു വന്നിട്ട് അവൻ അച്ഛനോട് സോറി പറയാണ്. അവൻ പിയാനോ പഠിക്കാൻ ഇനി പോകാമെന്നും പറയുന്നു. ഈ പാവയാണെങ്കിൽ സംസാരിക്കുന്ന കാര്യം ഇപ്പം അച്ഛനറിയാണ്. അച്ഛന് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ഒന്നിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി അവസാനിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരണേ.